സെൽഫ് മോട്ടിവേഷൻ നമ്മളിൽ തന്നെ നമുക്കൊരു ബിലീഫ് വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന 5 സ്റ്റിക്കി നോട്ട്സുകൾ പരിചയപ്പെടാം. നമ്മുടെ മെന്റൽ ക്ലട്ടറിനെ കുറയ്ക്കാനായിട്ട് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വിഷ്വൽ റിമൈൻഡേഴ്സ്. എപ്പോഴും കണ്ണുകൊണ്ട് കാണുന്നതിനെയാണ് എപ്പോഴും ബ്രെയിൻ നിങ്ങളുടെ അബ്സോർബ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എഴുന്നേക്കുന്ന ടൈമിൽ, വർക്ക് ചെയ്യുന്ന സമയത്ത്, എവിടെയെങ്കിലും ഒക്കെ നോക്കുന്ന സമയത്ത് കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ നോക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്റ്റിക്കി നോട്ട്സ്. ഇന്നിപ്പോ ഞാൻ പറയാൻ പോണത് നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഒരു ബിലീഫ് വരുത്താനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 സ്റ്റിക്കി നോട്ട്സ് വിച്ച് യു ക്യാൻ യൂസ് എവറി ഡേ ആസ് പാർട്ട് ഓഫ് യുവർ സെൽഫ് മോട്ടിവേഷൻ. നമ്പർ 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ബേബി സ്റ്റെപ്സ് എടുക്കാൻ നോക്കുക. എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ചെയ്യാൻ നോക്കിയാൽ ഒന്നിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രണ്ടാമത്തത്, ഫോക്കസ് ഓൺ പ്രോഗ്രഷൻ നോട്ട് പെർഫെക്ഷൻ. നമ്പർ 3, ബോൾഡ്ലി സേ നോ. വേണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് നോ എന്ന് പറയാൻ നിങ്ങൾ ശീലിക്കുക. ആ നോ എന്ന് പറയാൻ നിങ്ങൾ ശീലിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പകുതി കാര്യങ്ങൾ അവിടെ നേരെയാവും. ഇഫ് യു ഡു നോട്ട് സെറ്റ് യുവർ വർത്ത്, അതേഴ്സ് വിൽ ഡിസൈഡ് ഇറ്റ് ഫോർ യു. നിങ്ങളുടെ വേല നിങ്ങൾ മനസ്സിലാക്കി അതറിഞ്ഞ് നിങ്ങൾ പെരുമാറുക. മറ്റുള്ളവരെ കൊണ്ട് നിങ്ങളെ റൂൾ ചെയ്യിക്കാനായിട്ട് നിങ്ങൾ സമ്മതിക്കാതിരിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി ഫോർ വിമൻ. പ്രയോറിറ്റൈസ് യോർ നീഡ്സ് ഫസ്റ്റ്. ബാക്കി എല്ലാവരെക്കാട്ടിലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങൾക്കാണ്. ഇതൊക്കെ ഇന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചോടെ. ഈ പോസ്റ്റ് നോട്ട് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി യൂസ്ഫുൾ ഫോർ യു. കാര്യം നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ, നിങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഡെഫിനറ്റ്ലി മറ്റുള്ളവരെ പറ്റി സ്നേഹത്തോടു കൂടി, കരുതലോടുകൂടി ചിന്തിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ വരും.